മിന്നൽ പ്രളയത്തിൽ മുങ്ങി പാലാ നഗരവും. ഈരാറ്റുപേട്ട നഗരത്തിൽ നിന്ന് വെള്ളമിറങ്ങിയപ്പോൾ പാലാ നഗരം വെള്ളത്തിൽ മുങ്ങി. വീണ്ടും ശക്തമായ മഴയാണ് കോട്ടയം ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പാലായിൽ നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, നമ്മൾ നേരത്തെ ഈരാറ്റുപേട്ടയിലെ സാഹചര്യം കണ്ടിരുന്നു. വലിയ തോതിലുള്ള നാശനഷ്ടം, കടകളിലടക്കം വെള്ളം കയറിയുണ്ടായി. പാലായിൽ എങ്ങനെയാണ് സാഹചര്യം? ഷമി, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പാലായിലെ സിംബലാണ്. പാലാ കുരിശുപള്ളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ കുരിശുപള്ളിക്ക് ചുവട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശമാകെ പ്രളയമാണ്. വെള്ളം കയറിയിരിക്കുകയാണ് നഗരപ്രദേശങ്ങളിൽ മുഴുവൻ. മീനച്ചിലാർ കര കവിഞ്ഞതോടുകൂടി ഇപ്പോൾ ഇന്നലെ വരെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ റോഡിൽ ഇപ്പോൾ നിറയെ വെള്ളമാണ്. വള്ളം ഇറക്കാൻ കഴിയുന്ന തരത്തിൽ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ നൽകിയത് ഈരാറ്റുപേട്ട നഗരപ്രദേശങ്ങളിലെ കടകമ്പോളങ്ങളിൽ വെള്ളം കയറി ഇറങ്ങിയതിൻ്റെ നേർക്കാഴ്ചകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങിയ വെള്ളം അല്ലെങ്കിൽ ഈരാറ്റുപേട്ട നഗരപ്രദേശങ്ങളിലെ കടകമ്പോളങ്ങളിലെ വ്യാപാരികളുടെ കണ്ണീർച്ചാൽ ഇപ്പോൾ ഒഴുകിയെത്തുന്നത് മീനച്ചിൽ താലൂക്കിലെ പാലാ നഗരത്തിലാണ്. ഇപ്പോൾ പാലാ നഗരപ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കടകമ്പോളങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലായിരിക്കുന്നു. നമുക്കറിയാം, പലവിധ മനുഷ്യരുണ്ട് സമൂഹത്തിൽ. പ്രളയം ഒരു ഭാഗത്ത് മനുഷ്യർക്ക് സൃഷ്ടിക്കുന്ന മനോവേദന വളരെ വലുതാണ്. അത് ഈരാറ്റുപേട്ടയിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ പാലായിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറി. അപ്പോൾ ഇങ്ങനെ ഒരു വശത്ത് മനുഷ്യൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മറുവശത്ത് പ്രളയത്തെ ആനന്ദമാക്കുന്ന മറ്റു ചിലരുമുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ നിരവധി ആളുകൾ ഈ റോഡിൽ ഒഴുകിയെത്തിയ മീനച്ചിലാർ കരകവിഞ്ഞപ്പോൾ ഒഴുകിയെത്തിയ പ്രളയം ആസ്വദിക്കാൻ വേണ്ടി എത്തിയ ഒരുപാട് പേരെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് മനുഷ്യർ ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കഴിഞ്ഞ മണിക്കൂറിൽ ഈരാറ്റുപേട്ട നഗരപ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലടിയിലായ സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പാലാ നഗരം പൂർണ്ണമായും വെള്ളത്തിലായിരിക്കുന്നു. ഇവിടുത്തെ കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. പല കടകളിലും, ബഹുഭൂരിപക്ഷം കടകളിലും ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ഇവിടെയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പക്ഷേ ഈരാറ്റുപേട്ടയുടെ അത്രത്തോളം ആഘാതം ഒരുപക്ഷെ ഈ പാലായിൽ ഉണ്ടാവാനിടയില്ല. കാരണം പാലായിൽ ഈ വലിയ തോതിലുള്ള പ്രളയം ഈരാറ്റുപേട്ട നഗരപ്രദേശത്ത് വലിയ തോതിൽ ദുരിതം സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരുപക്ഷെ ഈ പാലായിലെ വ്യാപാരികളൊക്കെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടാവാം. അതിനുള്ള സമയം ഈ പാലാ നഗരപ്രദേശങ്ങളിലെ വ്യാപാരികൾക്ക് ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈരാറ്റുപേട്ടയിൽ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. ഈരാറ്റുപേട്ടയിൽ വളരെ വേഗത്തിലാണ് പ്രളയം ഉണ്ടായത്. മാത്രമല്ല, മുട്ടറ്റമുണ്ടായിരുന്ന വെള്ളം വളരെ വേഗത്തിൽ മൂക്കറ്റം എത്തി എന്നുള്ളതായിരുന്നു അവിടുത്തെ ആളുകൾ നമ്മളോട് ആ സമയത്ത് പറഞ്ഞത്. ഇപ്പോൾ നിരവധി ആളുകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് കാഴ്ചക്കാരായും ഒപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോവാണ്? വെള്ളം കാണാൻ ഇറങ്ങിയ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ ഇവിടെ അടുത്ത മുത്തലി പാല നഗരപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിയപ്പോൾ അത് കണ്ട് ആസ്വദിക്കാൻ എത്തിയതാ? അതെ, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ ഒരു ആഘോഷമാണ് ശരിക്കും. നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളാണ് വെള്ളം കയറി. അതെ. അതാണ് കുറേ മനുഷ്യരിങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റു ചിലർക്ക് അത് ആഘോഷമല്ല, അവരുടെ ജീവിത പ്രശ്നങ്ങളാണ്. അങ്ങനെ ജീവിത പ്രശ്നങ്ങളായിട്ടുള്ള മനുഷ്യരുടെ എല്ലാം സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോകുന്ന. എവിടുന്ന് വരുന്നു? ഞാൻ രാമപുരത്ത് നിന്നാണ് വരുന്നത്. എന്നാ ഇങ്ങനെ ഇറങ്ങാൻ കാരണം? ഇവിടുത്തെ അവസ്ഥ ഇതുപോലെ വെള്ളം കയറി കിടക്കുന്നത് നമ്മളൊന്ന് അറിയണമല്ലോ. ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്? ആസ്വദിക്കാനല്ല, ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല ശക്തമായ മഴ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതിനേക്കാളും ഒരു വെള്ളത്തിൻ്റെ ശക്തി ഇത്തവണ കൂടുതലാണ്. അപ്പോൾ അതാണ്, വെള്ളം കാണാനും ഇത് ആസ്വദിക്കാനും ഒക്കെ എത്തുന്ന പലവിധ മനുഷ്യരെ നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ ഒരുപാട് പേരുടെ ജീവപ്രശ്നങ്ങളാണ് ഇങ്ങനെ ഈ കണ്ണീരായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പാലാ നഗരം പൂർണ്ണമായും വെള്ളത്തിലായിരിക്കുകയാണ്. മലയോര മേഖലയിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളം ഈരാറ്റുപേട്ട നഗരത്തിൽ ദുരിതം സൃഷ്ടിച്ചിട്ടാണ് ഈ പാലായിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മാത്രമേ ഈ വെള്ളം ഇറങ്ങി തുടങ്ങുകയുള്ളൂ. പക്ഷേ മലയോര പ്രദേശത്ത് ശക്തമായ മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ വലിയ തോതിലുള്ള മഴയാണ് പെയ്തത്. ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഈ വെള്ളം ഉടനെ ഒന്നും ഇറങ്ങിപ്പോകാനുള്ള ഇടയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ തിരുവാർപ്പ്, ആർപ്പൂക്കര, ഐമനം പോലെയുള്ള പഞ്ചായത്തുകളിലായിരിക്കും ഈ പ്രളയം വലിയ തോതിലുള്ള ദുരിതം സൃഷ്ടിക്കുക. എന്തായാലും പാലാ ജനം ഇപ്പോൾ പ്രളയത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഷമ്മി.
സനോജ്, ഈ പാലായിൽ വെള്ളം ഉയരുമ്പോൾ അത് കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ ഒഴുകിക്കയറുന്ന ഒരു സാഹചര്യം ഈരാറ്റുപേട്ടയിലെ പോലെ അങ്ങനെ ഒരു അവസ്ഥ പാലായിൽ ഉണ്ടോ? ഈ കടകളിലേക്കൊക്കെ വെള്ളം കയറുമോ? എങ്ങനെയാണ് അവസ്ഥ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ കടകളുടെ ഷട്ടറിൻ്റെ അകത്തു നിന്നും അകത്തേക്ക് വെള്ളം കയറുന്നുണ്ട്. ഈ കടകളിലൊക്കെ വെള്ളം അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അതായത് ആ പ്രദേശം എന്ന് പറയപ്പെടുന്നത് ഈ KSRTC ഭാഗത്തേക്ക് പോകുന്ന പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ വലിയ തോതിലുള്ള കടകളിലൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രദേശം ഈ ഒരുപക്ഷെ താഴ്ന്ന പ്രദേശങ്ങളായതുകൊണ്ടാണ് ഈ മീനച്ചിലാറ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്താണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് മീനച്ചിലാറുള്ളത്. അവിടെ നിന്നും ഇരുകര കവിഞ്ഞ് മീനച്ചിലാറിലെ വെള്ളം ഇങ്ങോട്ടേക്ക് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും കടകമ്പോളങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളം കയറിയിട്ടുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ കടകളിലാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമുക്ക് പാലായിലേക്ക് റോഡ് മാർഗം, അതായത് സാധാരണയുള്ള പ്രധാനപ്പെട്ട റോഡ് വഴി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. ഈ റോഡിൽ പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുകയാണ്. അവിടെയൊക്കെ നമ്മളെ ഒരാൾ വെള്ളമുണ്ട് പല ഇടങ്ങളിലും റോഡിൽ. അപ്പോൾ അവിടെ നമുക്ക് നേരെ പ്രധാനപ്പെട്ട പാതയിലൂടെ വരാൻ കഴിയുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വലിയ തോതിലുള്ള ചുറ്റിക്കറ നഗരത്തിലേക്ക് എത്തിയത്. പ്രവിത്താനം പോലുള്ള പ്രദേശങ്ങൾ വഴി ചുറ്റി സഞ്ചരിച്ചാണ് നമ്മൾ ഇവിടെ എത്തിയത്. കാരണം നേരത്തെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പാല ഈരാറ്റുപേട്ട പാത പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ കടകമ്പോളങ്ങളിൽ ഒപ്പം തന്നെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ വീണ്ടും ജലനിരപ്പ് ഉയരും. കാരണം വളരെ വേഗത്തിൽ വളരെ മണിക്കൂറുകൾ നീണ്ടുനിന്ന മിന്നൽ പ്രളയം, ആ പ്രളയത്തിൽ വലിയ തോതിൽ ശക്തമായി മഴ പെയ്തപ്പോഴാണ് വളരെ വേഗത്തിൽ വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടായത്. ഈരാറ്റുപേട്ടയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈരാറ്റുപേട്ട മുമ്പെങ്ങുമില്ലാത്ത ഒരു മിന്നൽ പ്രളയം കൊണ്ട് കടകമ്പോളങ്ങൾ പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി നാശകോശമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണിപ്പോൾ ഈ പാലായിലേക്ക് ഈ വെള്ളം എത്തുന്നത്. പക്ഷേ ഈരാറ്റുപേട്ടയിൽ ഇത്തരത്തിലുള്ളൊരു പ്രളയം ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാലായിലെ വ്യാപാരികളൊക്കെ തന്നെ അവർക്ക് ഒരുപക്ഷെ ഇവരുടെ സാധനങ്ങളൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അവസരമുണ്ടായിട്ടുണ്ടാവാം. എന്തായാലും നഷ്ടങ്ങൾ ഇവിടെയും സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഈ പാലാ നഗരവാസികളും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ പ്രളയത്തെ ആഘോഷമാക്കാനും ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. ഷമ്മി, തീർച്ചയായും സനോജാണ് വിവരങ്ങൾ നൽകുന്നത്.